കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരത്ത് ഒരു കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ അമ്മാവൻ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നത്. ആ കുഞ്ഞിന്റെ സംസ്കാരമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഏറെ ഹൃദയഭേദകമായ രംഗങ്ങളായിരുന്നു. ഈ അമ്മാവനും അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുന്നു. ആ വാർത്തയിലേക്കാണ്. കുഞ്ഞെ മാപ്പ്. ബാലരാമപുരം ദേവേന്ദു വധക്കേസ് പ്രതി ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ പുലർച്ചെയാണ് 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നത്. അമ്മാവനല്ലാതെ മറ്റാർക്കും കൊലയിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട്. ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും ഇന്നലെ വിട്ടയക്കുകയും അമ്മ ശ്രീധുവിനെ പൂജപ്പുരയിലുള്ള സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇത് പോലീസിന്റെ കാര്യമായ ചോദ്യം ചെയ്യലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ പങ്കാളിത്തവും സംശയനിഴലിലാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ മൊഴി അനുസരിച്ച് അമ്മയോടുള്ള വൈരാഗ്യമാണ് കുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ്. അത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ഇതിനകം? നിലവിൽ ഈ പ്രതിയായ അമ്മാവൻ, അതായത് ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചാണ് ഹരികുമാർ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ജീവനോടെ കൊല്ലുന്ന ക്രൂരകൃത്യത്തിൽ ഹരികുമാറിന് മാത്രമാണ് പങ്കാളിത്തം ഉള്ളത് എന്ന തരത്തിലാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് വിശാലമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം പോലീസും നൽകുന്നില്ല. ഒരുപക്ഷെ ചില വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശ്രീധുവിനും ഹരികുമാറിനും ഇടയിൽ ഉണ്ടായിരുന്ന എന്തോ തർക്കമാണ് ഇങ്ങനെയൊരു ക്രൂരമായ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്താണ് ഈ മുൻവൈരാഗ്യത്തിന്റെ കാരണം എന്നതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം ഹരികുമാറിന്റെ ഭാഗത്തുനിന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചോ ശ്രീധുവിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ മുൻകൂട്ടി ലഭിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടോ ഹരികുമാർ? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടക്കേണ്ടത്. അവിടെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശ്രീധുവിന്റെ ഭർത്താവിനെയും മുത്തശ്ശിയെയും ഒക്കെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവരെ വിട്ടയച്ചത്. പക്ഷേ ശ്രീധുവിനെ സർക്കാരിനെ തന്നെ പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് തിരികെ ഇന്ന് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ ഇപ്പോഴും കുഴയ്ക്കുന്നത്. ഹരികുമാറും ശ്രീധുവും നൽകിയിരിക്കുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അവരുടെ 2 പേരുടെയും മൊബൈൽ ഫോണുകളടക്കം, വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററി അടക്കം, ബ്രൗസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ ഈ മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഹരികുമാർ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന കാര്യത്തിൽ കൃത്യത കൈവരിക്കാനാവും. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നും ഇവരെ ചോദ്യം ചെയ്യുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാട്സപ്പ് ചാറ്റുകളാണല്ലോ പോലീസിന് കിട്ടിയിരിക്കുന്ന പ്രധാന തെളിവുകൾ. അപ്പം കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയായതാണ്. നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. വലിയ കടമുണ്ട് ഇവർക്ക്, വലിയ തോതിൽ പണം പലരുടെ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും കടം വാങ്ങിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം? അതിൽ വളരെ വ്യക്തമായി തന്നെ ഇവർ തമ്മിലുള്ള തർക്കമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഒക്കെ വ്യക്തമായി കാണുമല്ലോ പോലീസിന്. ഡാൻ, അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഇരയായി ഈ 2.5 വയസ്സുകാരിയെ മാറ്റിയത്, ദേവേന്ദുവിനെ മാറ്റിയത് എന്തിന് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കാരണം ആ കുഞ്ഞ് ഇല്ലാതായാലും കടമായി തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തോ കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസിന്റെ ബോധ്യം. അതുകൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ്, കടമാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടേയില്ല. അവരുടെ അന്വേഷണം മറ്റൊരു ദിശയിലാണ്. അവിടെയാണ് ശ്രീധുവിനും അതോടൊപ്പം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഹരികുമാറിനും ഇടയിലുള്ള എന്തോ ഒരു കാര്യം
അതിൽ പോലീസും കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതെന്താണ് പ്രശ്നം എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഹരികുമാർ അത് അന്വേഷണ സംഘത്തോട് ഇതിനോടകം വിശദീകരിച്ചിട്ടുണ്ടായിരിക്കാം. അന്വേഷണ സംഘം അത് പുറത്ത് പറയാൻ വിസമ്മതിക്കുന്നതാവും. അതിലെ വസ്തുത ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വിശദമായി ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ശ്രീധുവിനെയും ഹരികുമാറിനെയും തമ്മിൽ ഈ സംഭവത്തിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം പോലീസിന്റെ പക്കലുണ്ട്. അത് വാട്സാപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതാണോ, അതോ വിശദമായി ഹരികുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വൈകാതെ തന്നെ വ്യക്തത കൈവരും. ഇന്ന് ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ശ്രീധുവിൽ കൂടുതൽ സംശയങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ ഡാന? ശ്രീധുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മറ്റും മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീധുവിനെയും ഇന്നലെ തന്നെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയും ചില വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തു കാണും. ഈ കൊലപാതകത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള നിഗമനം തൽക്കാലമെങ്കിലും പോലീസ് ഒന്ന് മാറ്റിവെക്കുകയാണോ? അങ്ങനെയല്ല, അവിടെയും ചില സംശയങ്ങൾ ബാക്കിയാകുകയാണ്. അതായത് ഇത് ശ്രീധുവിനെ ചോദ്യം ചെയ്തതുപോലെ തന്നെയായിരുന്നു ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ ചോദ്യം ചെയ്തത്. അവരെയും കൃത്യമായി വിട്ടയക്കുകയും ആവശ്യമെങ്കിൽ വിളിപ്പിക്കാമെന്ന് പറയുകയും പക്ഷേ അമ്മയായ ശ്രീധുവിനോട് അങ്ങനെ ഒരു അനുഭാവം കാണിക്കാതിരിക്കുകയും ശ്രീധുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഭർത്താവിനോ അല്ലെങ്കിൽ മുത്തശ്ശിക്കോ ഒപ്പം പറഞ്ഞുവിടാതെ തിരികെ സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പോലീസിന് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് നേരിട്ട് ഉള്ള ഒരു പങ്കാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് പരോക്ഷമായെങ്കിലും ശ്രീധുവിനെ ഈ കേസുമായി കണക്ട് ചെയ്യുന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ് എന്നതിൽ ഇനിയൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീധുവും അതോടൊപ്പം തന്നെ ഹരികുമാറും തമ്മിൽ നടന്ന വാട്സാപ്പ് ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ പരോക്ഷമായി ശ്രീധുവിന് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരും. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ കുടുംബാംഗങ്ങൾക്കൊപ്പം പറഞ്ഞുവിടാതെ സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി വീണ്ടും ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബാലരാമപുരം കൊലപാതകത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ഇന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള സംശയങ്ങൾ ഇപ്പോഴും പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ദേവേന്ദുവിന്റെ അമ്മയോടുള്ള വൈരാഗ്യമാണ് അമ്മാവൻ ഇങ്ങനെ കൊലപാതകം നടത്താൻ കാരണമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലാണ് വിശദമായ അന്വേഷണം വേണ്ടിവരുന്നത്. അത് പോലീസ് ഇന്നും നടപ്പിലാക്കും. ഇന്നും അമ്മാവനെയും അമ്മയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.